ഹായ് ഫ്രണ്ട്സ്, കുട്ടി ബേബീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ചക്ക വേവിക്കുന്നതാണ്. അപ്പം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനൊരു പാത്രത്തിലേക്ക് ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിൽ ചക്കക്കുരു ആവശ്യത്തിന് ഞാൻ അരിഞ്ഞ് കഴുകി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി വെള്ളത്തിൽ കിടക്കുന്ന ചക്ക കഴുകി വാരി ഈ ചക്കക്കുരുവിൻ്റെ മുകളിലേക്ക് ഇടാം. ചക്കക്കുരു നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് എടുക്കാം. എനിക്കൊരു ശകലം ചക്കക്കുരു മതി, അതുകൊണ്ട് ഞാൻ ശകലം എടുക്കുന്നുള്ളൂ. ഇവിടെ ചക്കയെല്ലാം ഞാൻ വാരി ഇവിടെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് ഒരു അല്പം വെള്ളം, ചക്കക്കുരു വേവാനും ചക്ക വേവാനായിട്ട് ഒരു അല്പം വെള്ളം ചേർക്കാം. അതിലേക്ക് നമുക്ക് ഒരു അടപ്പ് പാത്രവും കൂടെ വെച്ച് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിവിടെ ചക്ക വെച്ചിട്ട് തുറന്ന് നോക്കാം. ചക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിന് വേണ്ടി നമുക്കൊന്ന് തേങ്ങ അരച്ചുകൊണ്ട് വരണം. ഇതിനാവശ്യമായിട്ട് തേങ്ങ, വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, ഇത് ഇത്രയും കൂടെ ഞാനിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടിൽ ഞാൻ അല്പം മുളക് പൊടിയും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ചക്കയുടെ മുകളിലേക്ക് തട്ടിയിടുന്നു. നല്ലതുപോലെ നമുക്കൊന്ന് നിരത്തി വെച്ചിട്ട് അരപ്പൊന്ന് ചൂടാവാൻ വേണ്ടി ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് നമുക്കിനി അടപ്പ് പാത്രം മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർക്കണം. വെളിച്ചെണ്ണ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചക്ക ഇവിടെ റെഡി. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.